നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിൻ്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്ത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. അത് നിങ്ങൾ സ്വയം ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എക്സ്പേർട്ടുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പലപ്പോഴും പല രീതിയിലുള്ള അബ്യൂസസും പല രീതിയിലുള്ള ഇഷ്യൂസും ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ മാരേജ്? എന്തിനാണ് വിവാഹം? എന്തുകൊണ്ട് ഒരാൾ വിവാഹം കഴിക്കണം? എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരുന്നത്? അത് പലപ്പോഴും നമ്മൾ നല്ല ജീവിതമെന്ന് ആഗ്രഹിച്ചു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ചിലപ്പോൾ കിട്ടാതെ വരുന്നു. അപ്പോൾ ഇതൊക്കെ പല ആളുകളിലും അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളും പല വ്യക്തികളിലും പല സിറ്റുവേഷൻസിലും പല കൾച്ചറിലും സോഷ്യലി എക്കണോമിക്കലി അങ്ങനെ പല കാര്യങ്ങളിൽ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യങ്ങളും കൂടിയാണ് ഈ മാരേജിനെ പറ്റി പറയുമ്പോൾ. പക്ഷെ വളരെ സിമ്പിളായിട്ട് മാരേജ് എന്തുകൊണ്ട്, എന്തിന്, വൈ അല്ലെങ്കിൽ ഹൗ എന്നുള്ളതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നതിനകത്ത് വളരെ കോറായിട്ടുള്ള ഒരു സംഭവമാണ് മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് തെറാപ്പിയിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി നാൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ എലമെൻസും ഓരോ ഫൈൻ ആയിട്ടുള്ള കണക്ഷൻസും ഒക്കെ നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണെങ്കിൽ കൂടിയും പലപ്പോഴും ഇതിനെ ഓവർ റേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. മാരേജ് ഇസ് ഹൈലി ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എതിലേ നോക്കിയാലും അതിനെ പറ്റിയുള്ള സംസാരങ്ങളും അത് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, സാക്രിഫൈസ്, നമ്മുടെ ഈഗോ സാക്രിഫൈസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റും അത് മാരേജിലും ഫാമിലീസിലും. ഈഗോ സാക്രിഫൈസ് ഒക്കെ വളരെ ദോഷകരമായിട്ടൊരു വ്യക്തിയെയും ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നതിൽ അതിനകത്തുനിന്ന് നമുക്ക് അതിൽ നിന്ന് എന്ത് കാര്യം നടക്കുന്നു, ഒരു നല്ലത് എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ സാക്രിഫൈസസ് ഒക്കെ ചെയ്യുക. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ, പല കാര്യങ്ങളും റിലേഷൻഷിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും മാരേജിലുണ്ട്. അപ്പോൾ നമ്മളതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴത്തേനും ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി തൻ്റെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ, അതായത് അത്രയും നാളും തൻ്റെ പേരൻസിൻ്റെ കൂടെയും അങ്ങനെയൊക്കെ വളർന്ന് അവരൊരു ഏജ് എത്തുമ്പോൾ, മേ ബി 24-25 എന്നുള്ള രീതിയിൽ ഒരു ഏജ് എത്തുമ്പോൾ അവർ ഇൻഡിവിജ്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ കേപ്പബിൾ ആകുന്നു. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ കേപ്പബിൾ ആകുന്ന ഒരു വ്യക്തി തൻ്റെ ഫെർദർ ലൈഫിലേക്ക് തനിക്ക് ആ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഫാമിലി ഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് അവർ ഇൻഡിപെൻഡൻ്റ് ആയി വളർന്നു വന്ന അതേ ഫാമിലിയുടെ അതേ രീതിയിലുള്ള ഒരു ഫാമിലി അവർക്ക് ഫോം ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ കേപ്പബിളും നമ്മൾ ആ രീതിയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരുന്നു. ആ സിറ്റുവേഷനിൽ, ആ സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് അങ്ങനെ ഒരു പാർട്ട്ണറെ ആവശ്യമുണ്ട്, ആ ലൈഫിൽ അങ്ങനെ മുമ്പോട്ട് പോകാൻ. അപ്പോൾ വി സീക്ക് ഫോർ എ പാർട്ട്ണർ. ഇതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ. സോ അവര് ഒന്ന് ചേരുകയും അവരുടെ ഫെർദർ ജേണി ടുഗദർ ഒരു ഫാമിലിയെ ഫോം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്. മാരേജിലേക്ക് നമ്മൾ അങ്ങനെ കടക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ട്രാറ്റജിയും നമ്മുടെ എയിമും നമുക്ക് എന്തിനാണ് നമ്മളൊരു മാരേജിൽ കിടക്കുന്നതൊക്കെ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ അവരുടെ പാർട്ട്ണറുമായിട്ട് ചേരുമ്പോൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അംഗീകരിച്ചും അക്നോളജ് ചെയ്തും അക്സെപ്റ്റ് ചെയ്തും റെസ്പെക്റ്റ് ചെയ്തും പരസ്പരമുള്ള കെയറിലും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു നമ്മൾ പറയത്തില്ലേ, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു കമ്പാഷൻ, ഒരു കോംപ്ലിമെന്റിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ആ ജീവിതത്തെ ഒന്നിച്ച് നമ്മൾ കൊണ്ടുപോകുന്നു, അതിലൊരു ഫാമിലി ഫോം ചെയ്യുന്നു. ഇതൊക്കെയാണ് മാരേജിന്റെ ആ ഒരു പേർപ്പസ്, അതിൻ്റെ എയിം. ഇതെല്ലാം അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടെ അതങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മളൊരു മാരേജിലേക്ക് എടുത്ത് നമ്മൾ അതിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മാരേജിൽ സംഭവിക്കുന്നത്, ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു ആൺകുട്ടിയും, അതായത് ലൈഫ് പാർട്ട്നേഴ്സ് ആകാൻ പോകുന്ന ഈ രണ്ട് വ്യക്തികൾ അവരുടെ
അതുവരെ അവരുടെ കോർ ഫാമിലി അതായിരുന്നു. അതായത് ഞാൻ, എൻ്റെ അച്ഛനമ്മ, എൻ്റെ സഹോദരങ്ങളുള്ള ആ കോർ ഫാമിലി ഇവിടെ ബോയിയുടെയും അടുത്ത പാർട്ട്ണറുടെയും കോർ ഫാമിലി, അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്ന കോർ ഫാമിലിന്ന് ഇവർ 2 പേരും വിട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുക. അപ്പോൾ ദ മൊമെന്റ് അവർ ഇറങ്ങുമ്പോൾ അത് അവരുടെ ബേസ് ഫാമിലി ആവുന്നു. ദ ബേസ് ഫാമിലിയിൽ നിന്ന് അവർ ഇറങ്ങി, ഈ ബേസ് ഫാമിലിയിൽ നിന്നും അടുത്തയാൾ ഇറങ്ങി ഇവരൊരു കോർ ഫാമിലി ആകുന്നു. അപ്പൊ ഈ കോർ ഫാമിലി ആകുന്ന ആ പ്രോസസ്സ് നടക്കാതെ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് മാരേജിൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കോർ ഫാമിലിയിൽ ഈ ബേസ് ഫാമിലി ആയിട്ട് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന, അതായത് ഇവിടെ ഹസ്ബൻഡും വൈഫുമായി നിങ്ങൾ ഒരു കോർ ഫാമിലി ഫോം ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് ആകുന്ന മെമ്പേഴ്സ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ ഹസ്ബൻഡിന് തൻ്റെ ബേസ് ഫാമിലി ആയിട്ട് കണക്ഷൻ ഉണ്ട്, വൈഫിന് തൻ്റെ ബേസ് ഫാമിലി ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഹെൻസ് ഇവർ ബിക്കം ഒരു കോർ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഈ കോർ ഫാമിലി മൊത്തമായിട്ടും 2 വീട്ടിലേക്കും 2 ബേസ് ഫാമിലിയിലേക്കും കണക്ഷൻ ഫോം ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ ഫാമിലി ഫോം ചെയ്യുന്നു, കുട്ടികളാകുന്നു, അങ്ങനെ ആ ഫാമിലിയെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മളുടെ ബേസ് ഫാമിലി ആൻഡ് കോർ ഫാമിലി ഇത് തമ്മിലുള്ള കണക്ഷൻസിനെ നല്ലതുപോലെ കൊണ്ടുപോകാനായിട്ട് ഈ പാർട്ട്നേഴ്സിന് സാധിക്കണം. അവിടെ ഒരു കാരണവശാലും ബേസ് ഫാമിലിയെ കോർ ഫാമിലി റീപ്ലേസ് ചെയ്യുകയോ കോർ ഫാമിലിയെ ബേസ് ഫാമിലി റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഇഷ്യൂ ആകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഒന്ന് ആലോചിക്കുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേനും വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സഹോദരങ്ങളൊക്കെ മാരി ചെയ്യുകയാണെങ്കിൽ ഈ ബേസ് ഫാമിലി സെന്ററിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരു ഫാമിലി ഉണ്ടാകും, നമ്മുടെ കോർ ഫാമിലി. പിന്നെ സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നു, അവരെല്ലാം ഈ ബേസ് ഫാമിലിക്ക് ഈ ചുറ്റുമായിട്ട് 2-3 പേരുടെ കോർ ഫാമിലീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ കോർ ഫാമിലിയും ഈ ബേസ് ഫാമിലിക്ക് സെന്റർ യൂണിറ്റിലേക്ക് കണക്റ്റഡ് ആണ്. എന്നിട്ട് ആ ഓരോ സിബ്ലിങ്സ് കല്യാണം കഴിച്ചവരും അവരും അവരുടേതായ രീതിയിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു റൗണ്ടിൽ അവർ കണക്റ്റഡ് ആയിരിക്കുന്നു. ആൻഡ് സെൻട്രൽ ഫാമിലിയിലേക്ക് ഓരോ ഫാമിലീസും കണക്റ്റഡ് ആയിരിക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമാണത്. അപ്പൊ ആ ഒരു നെറ്റ്വർക്കിംഗ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഇനി നമ്മൾ ഇപ്പൊ ബേസ് ഫാമിലി നടുക്കിരിക്കുന്നു, പിന്നെ നമ്മുടെ കോർ ഫാമിലി. ഈ കോർ ഫാമിലിയിൽ നിന്ന് കുട്ടികൾ വലുതായി അവർ ബേസ് ഫാമിലി ഫോം ചെയ്ത് അവരുടെ കോർ ഫാമിലിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഒരു സിസ്റ്റം അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മൾ വരുന്ന ഈ ബേസ് ഫാമിലിയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അവരുടെ കോർ ഫാമിലി ഫോം ചെയ്യുമ്പോഴത്തേനും ഡിസ്റ്റൻസുകൾ കൂടുന്നു. പക്ഷെ നെറ്റ്വർക്കിംഗ് കറക്റ്റായിട്ട് നമുക്ക് കണക്ഷൻസിനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ കോർ ഫാമിലി ഫോം ചെയ്യാതെ വരുന്നിടത്ത് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാള് ആ ബേസ് ഫാമിലിയിൽ നിന്ന് വിട്ട് വന്നിട്ട് കോർ ഫാമിലി, നമ്മൾ 2 പേരുടെ കൂടി വേറൊരു സ്ഥലത്ത് കോർ ഫാമിലി. അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് നമുക്ക് കോർ ഫാമിലി ഫോം ചെയ്യാമോ, അതോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് പോയിട്ടാണോ നമ്മൾ കോർ ഫാമിലി ഫോം ചെയ്യണത്? അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കാകാം. പക്ഷെ ഫോർമേഷൻ ഓഫ് എ കോർ ഫാമിലി ഫ്രം ദ ബേസ് ഫാമിലി is the key in the marriage and family formation. അപ്പോൾ നമ്മളൊരു ബേസ് ഫാമിലിയിൽ തന്നെ അവർ ജീവിക്കുന്ന ആ വീട്ടിൽ തന്നെ നമ്മളൊരു കോർ ഫാമിലി ഫോം ചെയ്യുകയാണെങ്കിൽ ആ വീടിനകത്ത് നമ്മുടേതായ ഒരു യൂണിറ്റ് അവിടെ ഫോം ചെയ്യണം. പക്ഷെ ബിഗർ ആ യൂണിറ്റിനകത്ത് ഒരു സ്മോൾ യൂണിറ്റ്, അപ്പോൾ ബിഗർ ഒരു യൂണിറ്റിനകത്ത് ഒരു സ്മോൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ വന്നു. അതിൽ നിന്ന് പിന്നെ നമ്മളൊരു ഫാമിലി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഫാമിലി വലുതാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ മെമ്പേഴ്സ് കൂടുകയാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ കാലം കഴിയുമ്പോൾ ആ കോർ യൂണിറ്റ് പിന്നെ അതുപോലെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 പേരും അവനവന്റെ ഫാമിലിയിൽ നിന്ന് വിട്ടിട്ട് അവരുടെ വീടുകളിൽ നിന്ന് വിട്ടിട്ട് വരുന്ന എന്ന് പറയുന്ന ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റ് മാത്രമല്ല, അതിനകത്ത് വളരെ നല്ല രീതിയിൽ എല്ലാ രീതിയിലുമുള്ള ഡിറ്റാച്ച്മെന്റ് ആ ബേസ് ഫാമിലിയിൽ നിന്ന് ഉണ്ടാകണം. പക്ഷെ അവരുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് തൻ്റെ കോർ ഫാമിലിയിലേക്ക് തനിക്ക് റിസോഴ്സസും എനർജീസും ഫോക്കസും ഒക്കെ കൊടുക്കാനുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതല്ല. അപ്പോൾ അതിനകത്തുനിന്നുള്ള ചില ഏരിയാസിൽ ഞാൻ കുറച്ചൊന്ന് ഡയലൂട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി എൻ്റെ കോർ ഫാമിലിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ഫാമിലി ഹെൽത്തി ആകത്തില്ല, ഈ ഫാമിലി വളരെ വീക്കായിരിക്കും. ബേസ് ഫാമിലി പ്രിഡോമിനൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, a person get married and അത് ആണോ പെണ്ണോ ആരുമാകട്ടെ, ആ ഒരു ന്യൂ മെമ്പർ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വ്യക്തികളും
ബേസ് ഫാമിലിയിൽ നിന്ന് പിടിവിടൂല. ചിലപ്പോൾ ബേസ് ഫാമിലിയിൽ നിന്ന് അവരായിട്ട് ചിലപ്പോൾ പിടിവിടില്ല. ചിലപ്പോൾ അത് സ്കേപ്പ് ഗോട്ടഡ് ചൈൽഡ് ആയിരിക്കാം, ഗോൾഡൻ ചൈൽഡ്, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുള്ള കുട്ടികളായിരിക്കാം. ഇത് ഒരു നാർസിസിസ്റ്റിക് പേരന്റ് അവരുടെ വീട്ടിലുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾ അവരുടെ മക്കൾ എത്ര വലുതായാലും അവരുടെ ബേസ് ഫാമിലിയിൽ നിന്ന് പിടിവിടുക അല്ലെങ്കിൽ അവരെ പിടിവിടിയിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ടാണ് നടക്കാനായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബേസ് ഫാമിലിയിൽ നിന്ന് ഇവർക്ക് പിടിവിടാത്തത് കൊണ്ട് തന്നെ ഈ വരുന്ന ന്യൂ മെമ്പർ അവരുടെ വീട്ടിൽ നിന്ന് പിടിവിട്ട് വന്നാലും ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ട് പറ്റുകയില്ല. കാരണം ഇവിടെ ഈ ബേസ് ഫാമിലിയിൽ നിന്ന് ഇവർക്ക് ആ കറക്റ്റായിട്ടുള്ള ഡിസ്കണക്ഷൻ പ്രോസസ്സ് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അവർക്കൊരു ഹെൽത്തി കോർ ഫാമിലി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കാര്യം വളരെ കഷ്ടമാണ്, വളരെ പരിതാപകരമാണ്. ബേസ് ഫാമിലി ഇന്ന് പിടിവിടാതെ ഒരു കോർ ഫാമിലി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കോർ ഫാമിലിയിലേക്ക് നമ്മൾ ഫോം ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ബേസ് ഫാമിലിയിൽ നിന്ന് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ഫാമിലിയിൽ, നിങ്ങളുടെ കോർ ഫാമിലിയിലും നിങ്ങൾക്ക് ഒരു പ്ലേസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം മറ്റേയാൾ അവിടെ ഇല്ല. ദാറ്റ് പേഴ്സൺ ഇസ് മോസ്റ്റ്ലി ആബ്സെന്റ് ദെയർ. പല കാര്യം കൊണ്ടും ആബ്സെന്റ് ആണ്. പക്ഷെ ബേസ് ഫാമിലി നിങ്ങളെ അംഗീകരിക്കൂല. നിങ്ങളെ ഈ നാർസിസിസ്റ്റിക് പ്രസന്റ് ഉള്ള ഈ ബേസ് ഫാമിലിയിൽ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കപ്പെടില്ല. അപ്പൊ നിങ്ങൾ എത്ര നിങ്ങൾ അതിലേക്ക് കയറാൻ ശ്രമിച്ചാലും അതിനകത്തൊരു കോർ യൂണിറ്റ് ഉണ്ടാക്കാൻ നിങ്ങളെ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടേതായ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ, ഏത് പേരൻ്റ് ആയാലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മാരേജിലേക്ക് അതിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ നിങ്ങളുടെ ബേസ് ഫാമിലിയിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഡിറ്റാച്ച്മെന്റ് വന്ന് കോർ ഫാമിലി ഫോം ചെയ്യാനായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ളത് വന്നാൽ മാത്രമേ പേരൻ്റായ നിങ്ങൾ ദയവ് ചെയ്ത് അത് സമ്മതിക്കാവൂ. അതല്ലെങ്കിൽ പറയണം, എൻ്റെ പൊന്നുമോനെ നിന്നെ എനിക്ക് വിട്ടുതരാൻ താല്പര്യമില്ല, പൊന്നുമോളെ നീ അങ്ങോട്ട് പോയിട്ട് ഇതാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. അതല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഈ കോർ ഫാമിലി ശരിക്കും ഫോം ചെയ്യാത്ത വീട്ടിലുണ്ടാകുന്ന കുട്ടികളുടെ കാര്യം വളരെ പരിതാപകരമാണ്. ദേ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ലോട്ട്സ് ഓഫ് ട്രബിൾ. അവർക്ക് ട്രോമാസും ബിഹേവിയർ ഇഷ്യൂസും പേഴ്സണാലിറ്റി ഇഷ്യൂസും ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കും. അവർ കാണുന്നത്, ആ ബേസ് ഫാമിലിയിൽ ഫാദറും മദറും കുട്ടികളും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അവിടെ അവരുടെ ഫാദറോ മദറോ ആരോ ആകട്ടെ, അവരവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് ആ കുട്ടി ബിലോങ് ചെയ്യുന്ന ഫാദർ മദർ കുട്ടികൾ എന്നുള്ള ഫാമിലി കംപ്ലീറ്റ്ലി വീക്കാണ്. അവിടെ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷൻ ഒന്നും അവർക്ക് മനസ്സിലാകത്തുമില്ല, അവർക്കത് കിട്ടത്തുമില്ല. അപ്പം വാല്യൂ ഓഫ് റിലേഷൻഷിപ്സ് ഒക്കെ ഇവർക്ക് കൺഫ്യൂസിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാകും. അപ്പോൾ പലപ്പോഴും ഈ വ്യക്തികൾ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ബേസ് ഫാമിലിയിലേക്കായിരിക്കും. കാരണം ബേസ് ഫാമിലി ഒരു രീതിയിലും അവരെ വിട്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഇവർക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ കോർ ഫാമിലിയിലേക്ക് ഫോക്കസ് വരണം എന്നുള്ള തിരിച്ചറിവുകളും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേനും ഈ കോർ ഫാമിലി നല്ലതുപോലെ സഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്, അത് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണെന്നും ഞാൻ ഇൻഡിവിജ്വലി എൻ്റെ ജീവിതം ലീഡ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണെന്നും, അങ്ങനെ ഞാനൊരു കോർ ഫാമിലി ആയിട്ട് എൻ്റെ കോർ ഫാമിലി ഫോം ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണ്. എൻ്റെ ബേസ് ഫാമിലിയെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യും. ഞാൻ അതുവരെ ജീവിച്ച എൻ്റെ കോർ ഫാമിലി എൻ്റെ ബേസ് ഫാമിലി ആകുന്നുവെന്നും, ഇനി ഞാൻ ഫോം ചെയ്യുന്ന എൻ്റെ ഫാമിലി ഞാനത് കോർ ഫാമിലി ആയിട്ട് ഫോം ചെയ്യുമെന്നുള്ള ആ നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയിൽ വേണം നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മാരേജിലേക്ക് ഇറങ്ങാൻ. അപ്പം ഏകദേശം എന്തുകൊണ്ടാണ് മാരേജ്, എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ അല്ലാത്തടത്ത് ആണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജിനെ പറ്റിയും ഫാമിലിയെ പറ്റിയും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഏതെങ്കിലും രീതിയിലുള്ള കറക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലോ വരുത്തണമെങ്കിൽ ഈ രീതിയിൽ ഒന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ നിങ്ങൾ നടത്തുക. കാരണം കോർ ഫാമിലി നല്ലതുപോലെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്നുള്ള മെമ്പേഴ്സിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, വളരെയേറെ ഇഷ്യൂസ് ഉണ്ടാകും. അതൊരു നല്ല റിലേഷൻഷിപ്സിലേക്കോ വീണ്ടും അവർ ജീവിച്ചു വരുമ്പോൾ പുതിയ റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനും
ട്രസ്റ്റിലും എല്ലാത്തിലും അവർക്ക് ഇഷ്യൂസ് ഉണ്ടാകും. കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ വാല്യൂസിലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും നല്ല രീതിയിലും കൊണ്ടുപോകാൻ നമ്മളാണ് റെസ്പോൺസിബിൾ. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. ഏറ്റവും മനോഹരമായിട്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.